എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ മോൺസ്റ്ററായി മാറിയ നമ്മുടെ കുട്ടപ്പനെയാണ് കാണിക്കുന്നത്. നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ഒരു മോൺസ്റ്ററിനെ അറഞ്ചം പൊറഞ്ചം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓടിപ്പോകാൻ നേരം നമ്മുടെ കുട്ടപ്പനാവട്ടെ ചാടി വന്ന് അവനിട്ടൊരു കിക്ക് കൊടുക്കും. ആ ഒരു കിക്കില് ബോധം പോയി വില്ലൻ താഴെ വീഴുമ്പോ ഇവിടെ കുട്ടപ്പനും പതിയെ വെള്ളത്തിലേക്ക് വീഴും. നോർമലായി ബോധം പോയി വെള്ളത്തിലേക്ക് വീണ നമ്മുടെ നറൂട്ടോയെ മുക്കോ പെണ്ണ് തന്നെ ഇപ്പൊ മുങ്ങി പുറത്തേക്ക് എടുക്കും. കടലിലേക്ക് ചാടിപ്പോയി കുട്ടപ്പനുമായിട്ട് ഇപ്പൊ കരയിലേക്ക് വരും. അപ്പൊ അതേസമയം ആ ഒരു ജിമ്മൻ കണ്ണാടി വില്ലനാവട്ടെ ഇപ്പൊ ഷിനോയെ ഒരുപാട് അടിച്ച് അവന്റെ പവർ അബ്സോർബ് ചെയ്ത് ഇപ്പൊ ഒരു മൂലക്കിടും. പക്ഷെ ഈനോ അവളത് കറക്റ്റായിട്ട് കണ്ട് ആ വില്ലനെ അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ വില്ലന് മനസ്സിലാവും അവനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഈനോ ആണെന്ന്. അവൻ കലി കയറി നീ ജിപ്സ് വെച്ച് എന്നെ കൺട്രോൾ ചെയ്യുമല്ലേടി എന്നും പറഞ്ഞ് ഇപ്പൊ ഈനോയ്ക്ക് നേരെ ചാടി അങ്ങോട്ട് വീഴും. അവൻ അവളുടെ തൊട്ടടുത്തെത്താൻ നേരം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സ്റ്റെക്കായി പോവും. കാരണം ഷിനോ അവന്റെ ഈച്ചകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ ഇപ്പൊ ലോക്ക് ചെയ്തു. എന്നിട്ട് കറക്കി എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇപ്പൊ വലിച്ചങ്ങോട്ട് എറിയും. അവന്റെ ബോധം പോയി അവൻ താഴെ വീഴുമ്പോ ആ ഒരു നീലമുടിയൻ അവൻ നോർമലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തി നോക്കുമ്പോ അവന് മനസ്സിലാവും ഇനിയും നിന്നാൽ 8ന്റെ പണി കിട്ടുമെന്ന്. അവൻ നൈസായിട്ട് വെള്ളത്തിനടിയിലൂടെ നീന്തി മുൻപോട്ട് കുതിക്കുമ്പോ അങ്ങനെ തന്നെ അവനെ ആരോ ലോക്ക് ചെയ്യും. ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ് അവൻ മേലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഹങ്കു അവളിപ്പോ കറക്റ്റായിട്ട് കയറിട്ട് അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ എല്ലാ വില്ലന്മാരെയും പിടിച്ച് ആ ഒരു കടലിലെ പ്രശ്നം തന്നെ ഇപ്പൊ സോൾവ് ആക്കി. മാത്രമല്ല കപ്പലടിച്ച് താഴെ പോയ മദർ ഐലൻഡിലെ എല്ലാ സ്റ്റാഫുകളെയും ഇപ്പൊ സേഫ് ആയിട്ട് അവര് മറ്റൊരു ബോട്ടിലേക്ക് ഇപ്പൊ മാറ്റാനായിട്ട് ആരംഭിക്കും. ഇപ്പൊ കുട്ടപ്പനാവട്ടെ നമ്മുടെ നീലമുടിയൻ വില്ലനോട് പറയും നിന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകും. നീ ചെയ്ത എല്ലാ തെറ്റിനുള്ള ശിക്ഷ അവിടെ വെച്ച് നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോ അത് കേട്ട് വില്ലൻ പറയും ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ ഒരു സീ മോൺസ്റ്റർ അങ്ങനെ തന്നെ ഇപ്പൊ പുറത്തേക്ക് വരും. വില്ലൻ പറയും എത്ര കാലം ഈ ഉപ്പുവെള്ളം ഇവിടെ ഉണ്ടാവുമോ അത്രയും കാലം ആ ഒരു മോൺസ്റ്ററും ഈ കടലിൽ തന്നെ ഉണ്ടാവും. ആ സമയത്ത് കുട്ടപ്പൻ ചൂടായിട്ട് ഇപ്പൊ വീണ്ടും സമറിൻ ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഗാമത്തവളെ അവിടേക്ക് വിളിച്ചു വരുത്തും. ഇത്തവണ കറക്റ്റായിട്ട് നമ്മുടെ കുട്ടപ്പൻ ആഗ്രഹിച്ച പോലെ ആ ഒരു ഗാമത്തവള തന്നെ അവിടേക്ക് വരും. പക്ഷെ എന്താ അതിന് ഉപ്പുള്ള ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് ചാടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല കുട്ടപ്പനെ അച്ചരം പൊച്ചരം തെറി വിളിക്കാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ ഇപ്പൊ ഗാമത്തവളയുടെ കാല് പിടിച്ച് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഈ ഒരു സമയത്ത് നീ സഹായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ കുഴപ്പാവും. പക്ഷെ പൊന്തന്തവള ആവട്ടെ അതൊന്നും കേൾക്കാതെ ഇപ്പൊ വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ചാടുന്നതിനിടയിൽ വെള്ളം ചന്നം പിന്നം തെറിച്ച് ഇപ്പൊ ഈനോടെ മോന്തയ്ക്ക് വീഴും. മാത്രമല്ല അത് കണ്ട് ഇപ്പൊ വില്ലൻ ചിരിക്കാൻ തുടങ്ങും. വേണ്ട കുട്ടപ്പ വേണ്ട, അവൻ ഏൽക്കില്ല. നിനക്ക് സ്വന്തം സമറിൻ ജിപ്സൂല് വന്ന ആ ഒരു തവളയെ പോലും ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ മോൺസ്റ്റർ തീർച്ചയായിട്ടും ആ ഒരു തവളയെ ഇപ്പൊ ചവച്ച് തുപ്പുവെന്ന് അവൻ അഹങ്കാരത്തോടു കൂടെ പറയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഗാമത്തവളയ്ക്ക് അവന്റെ കലി കയറും. ഗാമത്തവള ഒരു കത്തി എടുത്ത് ഇപ്പൊ ചാടി ചാടി ആ ഒരു കടൽ മോൺസ്റ്ററിന്റെ പള്ളക്ക് തന്നെ കത്തി കുത്തി അങ്ങോട്ട് കയറ്റും. പക്ഷെ വെള്ളത്തിൽ കത്തി വെച്ച് കുത്തിയ ഒന്നും സംഭവിക്കില്ല. ആ മോൺസ്റ്റർ ആവട്ടെ ഇപ്പൊ ഗാമത്തവളയെ അങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കും. ഗാമത്തവള എങ്ങനെയൊക്കെയോ ഇപ്പൊ ആ കെട്ട് പൊട്ടിച്ച് പുറത്തു വന്ന് രണ്ട് ടീമും തമ്മിൽ ഇപ്പൊ വമ്പം പോരാട്ടം. അപ്പൊ ഗാമത്തവളയ്ക്ക് മനസ്സിലാവും അവനെ വെള്ളത്തിൽ വെച്ച് ഒന്നും തന്നെ ചെയ്യാനാവില്ല. കാരണം ആ ഒരു മോൺസ്റ്റർ കടലിലെ വെള്ളം ഉപയോഗിച്ചാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത്. കടലിൽ വെള്ളം ഉള്ളിടത്തോളം കാലം അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ സോള് തന്നെ ഇപ്പൊ നശിപ്പിച്ചു കളയണം. അതിന് വാട്ടർ ഹീറ്റാക്കി അതിനെ ഇടിച്ചു തെറിപ്പിച്ചാൽ മാത്രമേ അത് നശിക്കുള്ളൂ എന്ന് ഇപ്പൊ ഗാമയ്ക്ക് പിടികിട്ടും. ഇപ്പൊ ഗാമ ആ ഒരു മോൺസ്റ്ററിനെ ലക്ഷ്യമാക്കി 100-110 ഓടാൻ തുടങ്ങും. പക്ഷെ ഗാമത്തവള ഇപ്പൊ ചാടി ചാടി വന്ന് കുട്ടപ്പനോട് ഒരു സീക്രട്ട് പറയും. കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് അതൊരു നല്ല പ്രയോഗമെന്ന് പറയുമ്പോ ഇവിടെ ഗാമത്തവള ആവട്ടെ അതിന്റെ വായിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ഓയില് ആ ഒരു സീ മോൺസ്റ്ററിന് നേരെ തുപ്പാനായിട്ട് ആരംഭിക്കും. കറക്റ്റ് ഗാമത്തവള വെള്ളത്തിനടിയിലേക്ക് പോവും. കുട്ടപ്പനാവട്ടെ ഫയർബോൾ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു തീഗോളം ഉണ്ടാക്കി ഇപ്പൊ മോൺസ്റ്ററിന് നേർക്ക് വലിച്ചങ്ങോട്ട് എറിയും. തീ വീണതും വലിയ ശബ്ദത്തില് ആ മോൺസ്റ്റർ ആവട്ടെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് എല്ലാവരും വണ്ടർ അടിച്ച് നിൽക്കുമ്പോ ഇവിടെ വില്ലന്റെ ഫ്യൂസ് പോയി അവൻ കണ്ണ് തള്ളി നിൽക്കും. കുട്ടപ്പൻ അവന്റെ സന്തോഷം കൊണ്ട് 32 പല്ലും കാണിച്ച് അങ്ങനെ ഇളിക്കുമ്പോ
ഗാമത്തവള അവന്റെ തൊട്ടടുത്ത് വരും. നീ എന്നെ ഈ ഉപ്പുവെള്ളത്തിൽ വിളിച്ച് കഷ്ടപ്പെടുത്തിയതുകൊണ്ട് നിനക്കൊരു ചെറിയ സമ്മാനം ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഗാമത്തവള അങ്ങനെ ചാടി ഇപ്പൊ കുട്ടപ്പനെ തൊഴിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ഓ ഫാക്ക് നോ എന്നും പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ തെറിച്ചു പോയിട്ട് വീഴും. അങ്ങനെ കടൽഭൂതത്തെയും കൊന്ന് അവരെല്ലാരും ഹാപ്പി ആയിട്ട് ആ ഒരു നീലമുടിയനെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ഇപ്പൊ കഷ്ടപ്പെട്ട് കരയ്ക്ക് കയറി വന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞില്ലേ, നമുക്ക് ഈ വില്ലനെ എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയും. അപ്പൊ വീണ്ടും ആ വില്ലനാവട്ടെ നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് എന്റെ എക്സ്പെരിമെന്റ് അത് തടയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു വില്ലൻ അവൻ വീണ്ടും നമ്മുടെ മുക്കുവ പെണ്ണിന്റെ മുൻപിലേക്ക് തിരിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിന്നെ ഇനി പഴയതുപോലെ ആക്കാൻ കഴിയൂ. നീ എത്രയും പെട്ടെന്ന് ഇവരെ എല്ലാവരെയും അടിച്ചു തോൽപ്പിച്ച് എന്നെ അഴിച്ചുവിട്, എങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ പഴയതുപോലെ ആക്കാന്ന് പറയുമ്പോ അവള് ടെൻഷനായിട്ട് എന്നെ വീണ്ടും പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ട, ഞാനൊന്നും നിന്നെ പോലെ ഒരു ഫുൾ മോൺസ്റ്റർ അല്ല, എന്റെ ഉള്ളിലും ഒരു മനുഷ്യ സ്ത്രീ ഉണ്ട്. അത് കേട്ട് വില്ലൻ ചിരിക്കും. എങ്കിൽ ഏറ്റവും നല്ലത് നീ എത്രയും പെട്ടെന്ന് നീ മുഴുവനായിട്ടും മോൺസ്റ്ററായി മാറുന്നതാണ്. കാരണം നിന്നെ ഒരിക്കലും ഞാൻ സാധാരണ മനുഷ്യ സ്ത്രീയാക്കി മാറ്റാൻ ആഗ്രഹിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കേട്ട് ഇപ്പൊ നമ്മുടെ മുക്കുവ പെണ്ണിന് ഒരുപാട് വിഷമാവും. പക്ഷെ കുട്ടപ്പന് കാല് കയറി അവനെ ഇടിക്കാനായിട്ട് ഇപ്പൊ ചാടി അങ്ങോട്ട് വീഴും. കുട്ടപ്പനെ തടഞ്ഞിട്ട് ഇപ്പൊ ഹങ്കു പറയും ഇവനെ കൊണ്ടുപോകുന്നത് ലീഫ് വില്ലേജിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇവന് വേണ്ടതെല്ലാം തന്നെ ലീഫ് വില്ലേജിലെ പട്ടാളക്കാര് കറക്റ്റായിട്ട് കൊടുത്തോളും. ഹങ്കു ഇപ്പൊ പതിയെ ആ ഒരു വില്ലന്റെ തൊട്ടടുത്തെത്തി ഒറോച്ചിമാറു അവനിപ്പോ എവിടെയുണ്ടെന്ന് ചോദിക്കും. അതിനവൻ പറയും ഒറോച്ചിമാറു എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല, അഥവാ അറിയാമെങ്കിൽ തന്നെ ഞാൻ ഒരിക്കലും അത് നിന്നോട് പറയില്ല എന്ന് പറയുമ്പോ ഹങ്കുവിന് ദേഷ്യം എരച്ചു കയറി അവള് കൈ ചുരുട്ടി അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. അത് കണ്ട് കുട്ടപ്പന് ദേഷ്യം കയറി ഇപ്പൊ അവൻ പറയും ഞാൻ അടിക്കാൻ നോക്കിയപ്പോ നീ സമ്മതിച്ചില്ല, എന്നിട്ടിപ്പൊ നീ കൊതി തീരെ അവനെ തല്ലുകയാണോ എന്ന് ചോദിച്ചിട്ട് അവനാവട്ടെ അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങും. അതിന് ഹങ്കു ദേഷ്യപ്പെട്ട് പറയും നമ്മുടെ മിഷൻ അത് കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവനെയും കൂട്ടി ലീഫ് വില്ലേജിലേക്ക് പോകാൻ പറഞ്ഞ് ഹങ്കു ആവട്ടെ ചെറിയൊരു ബോട്ട് എടുത്ത് ആ ഒരു വില്ലൻ പറഞ്ഞ ഒരു കൊച്ചു ദ്വീപിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവൾ കടന്നു വരും. അവിടെ എത്തുമ്പോ തന്നെ അവൾക്ക് ഓർമ്മ വരും അവൾ പണ്ട് വന്നിട്ടുള്ള അതേ സ്ഥലമാണിത്. ആ സ്ഥലത്തിന്റെ മുക്കും മൂലയും ഏകദേശം അവൾക്കറിയാം. അവിടെ ആദ്യം കണ്ട വീടിനടുത്തേക്ക് ചെല്ലുമ്പോ അതിന്റെ ഡോറ് ആരോ തകർത്തിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് തന്നെ അവൾക്ക് ആ ശാപക്കുറിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് വേദന എടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ പതിയെ പതിയെ അവക്കിപ്പോ അവളുടെ ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരും. ഇതേ സ്ഥലത്ത് വെച്ചാണ് ആ ഒരു ഒറോച്ചിമാറു എന്റെ ബോഡിയിൽ കടിച്ച് ആ ഒരു ശാപക്കുറി എന്റെ മേലിട്ടത്. ഒറോച്ചിമാറുവിന്റെ കൂടെ തന്നെ ഓൾറെഡി ആ ഒരു നീലമുടിക്കാരനും ഉണ്ടായിരുന്നു. അവളെ നോക്കി പറയും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ പെണ്ണ് മരിച്ചിട്ടില്ല. അപ്പൊ ഒറോച്ചിമാറു ആ നീലമുടിക്കാരനോട് പറയും ഞാൻ 10 പേരില് എക്സ്പെരിമെന്റ് നടത്തിയതില് ഇവള് മാത്രമാണ് ഇപ്പൊ ജീവിച്ചു വന്നത്. പക്ഷെ ഇവളെ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇവൾ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള എന്ത് പരീക്ഷണങ്ങൾ വേണമെങ്കിലും നടത്തിക്കോന്ന് പറഞ്ഞ് ഇപ്പൊ ഒറോച്ചിമാറു അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. അതിന് ഹങ്കു അവന്റെ കാലെ പിടിച്ചു പറയും ഞാൻ ഇത്രയും കാലവും നിന്നെ ഒരുപാട് വിശ്വസിച്ചു, എന്നോട് കുറച്ചെങ്കിലും അലിവ് നിനക്ക് കാണിച്ചുകൂടെന്ന് ചോദിക്കുമ്പോ ഒറോച്ചിമാറു പറയും നീ വളരെ നല്ല കുട്ടിയാണ്, പക്ഷേ എനിക്ക് ആവശ്യമായിട്ടുള്ള പവറോ കഴിവുകളോ ഒന്നും തന്നെ ഇപ്പൊ നിന്നിലില്ല, നിന്നെപ്പോലൊരു യൂസ്ലെസ്സിനെ എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളുടെ കൈ തട്ടി മാറ്റി അവനിപ്പോ അവിടുന്ന് കടന്നു പോകും. ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനില് ഹങ്കു ആവട്ടെ അതെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോ അങ്ങനെ അവിടേക്ക് വെയില് തെളിയും. അവൾ ഒരുപാട് സന്തോഷത്തില് അത് നോക്കി നിൽക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഒരുപാട് ദേഷ്യത്തില് ഹങ്കു അവൾ എവിടെയെന്ന് ഇപ്പൊ ഈനോയോട് ചോദിക്കും. അത് കേട്ട് ദേഷ്യം കയറി ഇപ്പൊ ഈനോ ആവട്ടെ ഞാനെന്താ അവളുടെ കാവൽക്കാരിയാണോന്ന് ഇപ്പൊ തിരിച്ചു ചോദിക്കും. അങ്ങനെ രണ്ടുപേരും അവിടെ അടികൂടുമ്പോ പാവം മുക്കുവ പെണ്ണാവട്ടെ ഞാനും നിങ്ങളുടെ കൂടെ ഗ്രാമത്തിലേക്ക് വരണോ, അവിടെ വന്ന എല്ലാവരും എന്നെ കല്ലെടുത്തെറിയും, മോൺസ്റ്റർ ആണെന്നും പറഞ്ഞ് അവരെന്നെ മാറ്റി നിർത്തും. അത് കേട്ട് കുട്ടപ്പൻ പറയും നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹൊക്കാഗെ ആന്റിക്ക് നിന്നെ പഴയതുപോലെ ആക്കി തീർക്കാനായിട്ട് സാധിക്കും. അത് കേൾക്കുമ്പോ നമ്മുടെ കൊച്ചു സുന്ദരിക്ക് ഒരുപാട് സന്തോഷാവും. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ഹങ്കു ആവട്ടെ ഇപ്പൊ തിരിച്ച് കപ്പലിലേക്ക് വരും. അങ്ങനെ അടുത്തൊരു മിഷനും അടിപൊളിയാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ എല്ലാ ആൾക്കാരും കപ്പലിൽ കയറി തിരിച്ച് ലീഫ് വില്ലേജിലേക്ക് തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കൈയൊക്കെ പൊക്കി ഹൈ 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 ഞങ്ങൾ ലീഫ് വില്ലേജിലേക്ക് തിരികെ പോവാണേ എന്നൊക്കെ വിളിച്ചു പോവും. അത് കേട്ട് ഈനോ പറയും നിനക്ക് യാതൊരു ക്ഷീണവും ഇല്ലേ, ഇതിനു മാത്രം എനർജി അത് എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ കുട്ടപ്പനാവട്ടെ അവളെ നോക്കി ഇളിച്ച് കാണിക്കുന്നതോടു കൂടി ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു.